ഹായ്, ഞാൻ ഗിരി തൃശ്ശൂർ. കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട്. എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്യാതെ നിവൃത്തിയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ ഒരു തീരുമാനം എടുത്തു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഓണാഘോഷ പരിപാടികൾ, അതായത് പുലിക്കളി മറ്റും ഒഴിവാക്കാമെന്ന് തീരുമാനമെടുത്തു. പലരും അത് അംഗീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും അത് ചെയ്തത് ശരിയായില്ല എന്ന്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാര്യം വയനാട് ദുരന്തമുണ്ടായി, അതിൽ നമ്മളും സങ്കടപ്പെടുന്ന ദുഃഖമുണ്ട്. നമ്മൾ അനുശോചനം അറിയിച്ച് ദുഃഖം രേഖപ്പെടുത്തി വിട്ട് എന്ത് കാര്യം, എന്ത് മണ്ണങ്ങോട്ട് കിട്ടും വയനാടിന് അല്ലേ? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയുന്ന പോലെ അടിസ്ഥാനപരമായി നമ്മുടെ ചിന്തകൾ മാറ്റണം. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓണാഘോഷം നടത്തണം, പുലിക്കളി നടത്തണം. അന്ന് എല്ലാവരും തൃശ്ശൂർക്ക് വരുന്ന ദിവസമാണ്. ഒരുപാട് പേര് തൃശ്ശൂർക്ക് വരും, ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും, അല്ല ആയിരങ്ങൾ വരും. അപ്പോൾ അത്രയധികം ആൾക്കാർ വരുമ്പോൾ ഈ കോർപ്പറേഷൻ സുതാര്യമായി തട്ടിപ്പും വെട്ടിപ്പൊന്നും ഇല്ലാതെ ഓരോ ജനങ്ങളുടെ നിന്നും ₹1 വെച്ച് പിരിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും നിന്ന് പിരിവെടുത്തിട്ട് ₹1 വെച്ച് പിരിച്ചു കഴിഞ്ഞാൽ ഒരു 1,00,000 പേര് വരുന്നത് കരുതാം. അന്നത്തെ ദിവസം തൃശ്ശൂർ പുലിക്കളിക്കോ ഓണാഘോഷപരമായി ബന്ധപ്പെട്ടോ 1,00,000 പേര് തൃശ്ശൂർ വന്ന് പോകുന്നുണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ₹1 കിട്ടാതിരിക്കുമോ? പിന്നെ പോയി കഴിഞ്ഞാൽ വയനാടെന്ന് പറഞ്ഞാൽ എന്തായാലും തരും, ആരായാലും കൊടുക്കും ദുരിതത്തിലാന്ന് പറഞ്ഞാൽ. അങ്ങനെ 1,00,000 പേരുന്ന ₹1 വെച്ച് കിട്ടി കഴിഞ്ഞാൽ 1,00,000 രൂപയായി. ആ പൈസ വയനാട് കൊണ്ടുപോയിട്ട് ദുരിതത്തിൽ അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപകാരത്തിൽ പെട്ടാൽ അങ്ങനെ ചെയ്യുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അനുശോചനം അറിയിച്ച് ദുഃഖം അറിയിച്ച് നമ്മളിവിടെ നിന്ന് എന്ത് മണ്ണാങ്ങട്ടെ കിട്ടും വയനാടിന്? ശരിയല്ല, പ്രാക്ടിക്കലായി ചിന്തിച്ച് നോക്ക്. പലർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഞാൻ പറയുന്നത് നമ്മൾ ഇനിയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തകൾ മാറ്റേണ്ട സമയമായി കഴിഞ്ഞു. നമ്മൾ പ്രാക്ടിക്കലാവണം. നമുക്ക് വയനാടിന് പറ്റിയിട്ടുള്ള കാര്യത്തിൽ നല്ല വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗവൺമെൻറ്റും പിന്നെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കോടീശ്വരന്മാരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് വയനാടിനെ പഴയതിനോട് പ്രൗഢോട് ഉണ്ടാക്കി പുറത്തു വരാൻ പറ്റും അല്ലേ? അങ്ങനെ കൊണ്ടുവരണം. അല്ലാതെ അവിടുത്തെ വിഷമങ്ങൾക്ക് അനുസരിച്ച് നമ്മളും വിഷമിച്ചിരിക്കുക, നമ്മളും അനുശോചനം അറിയിച്ചിരുന്ന അവർക്ക് എന്ത് കിട്ടാനാണ്? അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ്. ഞാൻ പറയുന്നത് ഓണാഘോഷം നടത്തണം, പുലിക്കളി നടത്തണം. അന്ന് അവിടെ വരുന്ന എല്ലാവരുടെ കയ്യിൽ നിന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന പിരിക്കണം. അങ്ങനെ ₹1 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ 1,00,000 പേര് വന്നു കഴിഞ്ഞാൽ ₹1,00,000 കിട്ടി. അത് അവിടെ കൊണ്ടുപോയിട്ട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണം. അപ്പോൾ അവർക്ക് സഹായമാവും. എൻ്റെ അഭിപ്രായം ഇതാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ, കോർപ്പറേഷൻ ഭരണാധികാരികൾ, ഭരിക്കുന്ന ആൾക്കാർ, ഭരിക്കാത്ത ആൾക്കാർ, ഭരണപക്ഷം അല്ലാത്ത പക്ഷം എല്ലാവരും കൂടി ചിന്തിച്ചിട്ട് ഇത് ശരിയാണോ തെറ്റാണോ തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. കാര്യം സമയം ഇനിയുണ്ട്, സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. ഓണത്തിന് 1 മാസമുണ്ട്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, ഏതാണ് നല്ലതെന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ വയനാട് നല്ലത് ഒരു സഹായമായിട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ അവർക്ക് ദുഃഖം അറിയിച്ച് നമ്മളിവിടെ എല്ലാവരും ഒതുങ്ങിയിരിക്കണോ, അതാണോ നല്ലതെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം അതിനുണ്ടാവട്ടെ.